വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. സമൂഹ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാവണമെന്ന് അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ IAS. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമിയിൽ സംഘടിപ്പിച്ച സന്നദ്ധ പ്രവർത്തകർക്കായുള്ള ഏകദിന ശില്പശാലയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. സമൂഹ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാവണമെന്നും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പുകയാണ് ഏറ്റവും വലിയ സേവനമെന്നും മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ IAS പറഞ്ഞു. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമിയിൽ ക്രിയ പദ്ധതിയും മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സന്നദ്ധ പ്രവർത്തകർക്കായുള്ള ഏകദിന ശില്പശാലയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു എക്സ്പീരിയൻസും നോളജും ഷെയർ ചെയ്യുകയും പരസ്പരം കൊളാബറേറ്റ് ചെയ്ത് പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ സമൂഹം, ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ, സമൂഹം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സമ്മിറ്റ് ഇവിടെ ഓർഗനൈസ് ചെയ്ത മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനും അതുപോലെ ക്രിയയ്ക്കും എല്ലാവിധ മനസ്സ് നിറഞ്ഞുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാനൊരു NGOയിൽ വോളണ്ടിയർ ആയിട്ടുണ്ട്. സേവ റുപ്പി സ്പ്രെഡ് എ സ്മൈൽ എന്നായിരുന്നു പേര്. അതായത് ഞങ്ങളുടെ മെമ്പർഷിപ്പ്, ഓരോ മെമ്പറിൻ്റെ മെമ്പർഷിപ്പ് ഫീ 365 രൂപയാണ്. ഒരു ദിവസം നമ്മൾ 1 രൂപ സേവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ കോളേജ് സമയത്തിലുപരി കുറച്ച് സമയമെടുത്ത് ഞായറാഴ്ചകളിലൊക്കെ പോയി ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ഭാഗമാവുക. അതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ച് ബാക്ക്വേർഡായിട്ടുള്ള വീടുകളിൽ ഓണക്കിറ്റ് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതൊരു കോളേജ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു. ചുറ്റുപാടിലുമുള്ള സമൂഹ യാഥാർത്ഥ്യങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന യുവതയെയാണ് ഇക്കാലത്ത് ആവശ്യമെന്നും അവർ പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയും നിസ്വാർത്ഥതയുമുള്ള യുവതികളും യുവാക്കളുമാണ് നാടിന്റെ സമ്പത്തെന്നും പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാട് ഈയിടെ നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നാടിനെ പിടിച്ചു നിർത്തുന്നതിൽ യുവസമൂഹം ചെയ്ത സേവനങ്ങൾ വിലമതിക്കാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു.